കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓമിനി ചേച്ചി, ഇന്നലെ കരോട്ട് പോർക്ക് പങ്കുവിട്ടിപ്പം വാങ്ങിച്ചായിരുന്നോ? മേടിക്കാനിരുന്നതാ. അപ്പത്തേക്കും ടോമിച്ചാച്ചൻ ഒരു 4 കിലോ എവിടെ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നു. ഞാനൊരു തിരി കത്തിച്ചേച്ച് പൊയ്ക്കോളാം. വേണം, നമുക്കും കത്തിക്കാം. എനിക്ക് വശക്കുന്നു, എനിക്ക് കപ്പയും പണ്ടും തിന്നണം. രാവിലെ അല്ല ചെറുക്ക ഒരു പ്ലേറ്റ് തിന്നത്. അമ്മയല്ല പറഞ്ഞ പള്ളി കഴിഞ്ഞിട്ട് ഇറച്ചി വരുമ്പോൾ കപ്പയും പണ്ടും തരാന്ന്. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്ക് വന്നത്. ഓ, ഈ ചെറുക്കൻ ചെവിയിലെടുത്തില്ലേ ചേച്ചി, നടന്നേക്കും. ഇന്നലെ ഇറങ്ങിയായിരുന്നേ കുർബാന കൂടാൻ മേലായിരുന്നോ കൊച്ചേ? എൻ്റെ പൊന്നമ്മനെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലായിരുന്നോ, റേനയുടെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. കാപ്പിക്ക് എന്നതാ അമ്മനെ? അപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ട്. അപ്പ വന്നില്ലേ? പള്ളിയിലുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞപ്പോൾ ആ സെബിന് വന്ന് എവിടേക്കോ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. പാർട്ടിയുടെ പരിപാടിക്കാണോ? അല്ല, അതിനപ്പ ഇലക്ഷൻ നിൽക്കാമെന്ന് സമ്മതിച്ചോ? ആ, അറിയില്ല. അമ്മന്ന അപ്പയോട് പറഞ്ഞായിരുന്നോ? അപ്പോൾ സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാൽ, നാട്ടുകാരായിട്ട് രണ്ടെണ്ണത്തിനെയും കയ്യോടെ പൊക്കിയതുകൊണ്ട് അതിൻ്റെ മൗലിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാ തെണ്ടികളും അവിടെ നിൽപ്പുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രേമം കുറച്ച് സ്ട്രോങ് ആണ്. പിന്നെ ആ പെങ്കൊച്ച് കുറച്ച് ന്യൂജൻ ആയതുകൊണ്ട് അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും അടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ സാറായിട്ട് ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുത്താൽ തളർന്നു കിടക്കുന്ന കാർന്നൂരടക്കം 4 കൂട്ട് നമുക്ക് കിട്ടും. എൻ്റെ പൊന്ന് സിബിനെ, എന്നെ ഇതിനകത്തൊന്നും കൊണ്ട് പെടുത്താതെ. എന്നെ നിനക്കറിയാമല്ലോ. എന്നെ അറിയാമെന്നോ സാർ ഈ പറയുന്നത്? എൻ്റെ പൊന്ന് സാറേ, പഴയവരിങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. LC-യിലൊക്കെ ഏതാണ്ട് തീരുമാനം എടുത്ത മട്ട 3-ാം വാർഡിൽ ഒരു ബൈ-ഇലക്ഷൻ ഉണ്ടേ. അവിടെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാറാണ്. അപ്പം നമ്മുടെ പാർട്ടിക്ക് പ്രേമത്തിനെ പറ്റിയുള്ള ലൈനൊക്കെ ഇതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഫ്ലൈനിൽ ഇതാ സേഫ്. ഇവിടെ നമ്മൾ രാജമേശ്വരിയെ പോലുള്ള അപ്പന്മാരുടെ കൺസർവേറ്റീവ് പൊളിറ്റിക്സും കൂടെ പരിഗണിക്കേണ്ടി വരും സാറേ. പിന്നെ സാർ ഇത് എങ്ങനെയും ഒന്ന് ഡീൽ ചെയ്ത് ഓക്കെ ആക്കും. കുടുംബ പ്രേക്ഷകർ ഒരുപാടുള്ള സ്ഥലമാണ്. ഒരു ബൂത്തോടെ ഇങ്ങ് പോരണം. കണ്ടോ സാറേ, അമ്മാരുടെ എല്ലാ ടീമും എത്തിയിട്ടുണ്ട്. മതി സാറേ, ആ ബായത്തിന്റെ പണി പറ്റിച്ചു സാറേ. മതി സാറേ, നിൽക്കണ കണ്ട. ഞാൻ ഉമ്മി നീരിറക്കാണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിപ്പിച്ച് വലുതാക്കി മോള് തന്നേക്കുന്ന സമ്മാനം കാണുന്നത് അന്തയ്ക്ക്. കൂടുതൽ ആലോചിക്കാനുള്ള രാജേട്ടാ, പിന്നെ തൂക്കിയെടുത്ത് പോലീസിലേപ്പിക്കേ. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അതെങ്ങനെയാ? അവർക്ക് പറയാനുള്ളവരൊക്കെ കേൾക്കണ്ടായോ? അവർക്ക് എന്നാ പറയാനുള്ളത് നോക്കണ്ടേ? എന്നാ വേണ്ട, എന്നാ പ്രശ്നം എന്നാ? സാറേ, ഞങ്ങൾ ഇവരോടത്ത് എല്ലാം നേരത്തെ പറഞ്ഞതാ. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? അതുകൊണ്ടാണ് സാറേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറേ, പിന്നെ നാട്ടുകാർ പറയുന്നതും കേട്ട് ജയിക്കാൻ ഒക്കത്തില്ല. അവന് പണിയുണ്ട്. ഞാനും അക്ഷയയിൽ ജോലിക്ക് പോകുന്നുണ്ട്, PSCയും പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ അതൊക്കെ മതി സാറേ. ചേട്ടാ, ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് സ്നേഹിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് ചേട്ടാ, എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ? ഇനിയിപ്പോൾ സ്റ്റേഷനിൽ പോയാൽ തന്നെ നിയമവും കോടതിയും ഒക്കെ അവരെ കൂടത്തേ നിൽക്കുള്ളൂ. ഞാൻ ചേട്ടൻ പേടിക്കണ്ട. ഞാൻ ചേട്ടൻ പഠിപ്പിച്ചതിൻ്റെ ബോധവും ബുദ്ധിയൊക്കെ അവക്കുണ്ട്. പിള്ളേർ ആയിരിക്കും ഒന്ന് സാധിച്ചു കൊടുത്തര്. ഇപ്പം രാത്രി കഞ്ഞിക്ക് 2 ചപ്പാത്തി കൂടെ ഉണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ. ഒക്കത്തില്ല മേജു സാറേ. എനിക്കങ്ങനെ പരീക്ഷണം നടത്താൻ 5-6 പിള്ളേരൊന്നുമില്ല മേജു സാറേ. ആകെപ്പാടെ ഈ ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ. സാറിനറിയാമോ, ഇവനില്ലേ, ഇവനൊരു പണിക്കാരനായിട്ടല്ല, എൻ്റെ കൂടുള്ള ഒരുത്തനായിട്ട് ഞാൻ കൊണ്ടുവരുന്നേക്കണം ഇത്രയും കാലം. പിന്നെ എന്നാ പ്രശ്നം? രാജൻ ചേട്ടന് സ്നേഹം കുറച്ചുകൂടെ വേണമെന്ന് അവന് തോന്നിക്കാണും, അത്രേ ഉള്ളൂ.
ഞാനിനി ആരോട് പറയണം? നല്ല പരിപാടിയാണ്. 4 വോട്ട് പോയി കിട്ടിയില്ലേ? ഓമന നീ വരുമ്പോൾ കുറച്ച് സവാളയ്ക്ക് എടുത്തോടി. ഇതൊക്കെ ഒരു നിയോഗം എൻ്റെ അളിയാ. അല്ലേ പിന്നെ ആ കുര്യൻ സാറ് മരിക്കാനും ആ ഒഴിവിലേക്ക് പാർട്ടി അളിയനെ നിർദ്ദേശിക്കാനും ഒക്കെ എന്നാ ഒരു കാരണം? ഇതൊക്കെ അവിടെ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നേ. തന്നെയല്ല ഞാനോട് സംഭവിച്ചിട്ടുമില്ല. നീ ഇപ്പോൾ കേൾക്കുന്നതൊക്കെ ചുമ്മാ കരക്കമ്പയാ. കയറി അങ്ങ് നിൽക്കണമെന്ന് ചുമ്മാ ഒന്നുമില്ലല്ലോ. അളി യോഗ്യനായോണ്ടല്ലേ ഈ കരക്കമ്പിയൊക്കെ കേൾക്കുന്നത് തന്നെ. നമ്മുടെ ഈ വാർഡിൽ എത്ര RC-ക്കാർ കാണുമെന്നാണ്. കണ്ണു അടച്ചൊരു 100-110 വീട്ടുകാർ കാണും. അവർ മാത്രം വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ റോക്കറ്റ് വിട്ടാലും കയറിപ്പോവും. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ചാച്ചൻ ഈ 30 വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. അങ്ങ് വലിക്കുന്നു. ചേച്ചി എന്നാ വട്ടയപ്പോ അളിയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ബൈ ഇലക്ഷനിൽ നിൽക്കുന്നു, ജയിക്കുന്നു. പിന്നെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അസംബ്ലി. അളിയനങ്ങ് കയറി പോകുന്നോലേ നമ്മുടെ മരിയാ കൺസ്ട്രക്ഷനവൻ കയറുവേ. പിന്നെ എനിക്ക് ഹൈവേ എങ്കിലും പണിയണം. അതെൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ അളിയ. ഇതൊക്കെ നേരാമണ്ണം പോവാണേലേ പിന്നെ നമ്മുടെ കുഞ്ഞുമൊക്കൊക്കെ എളിഞ്ഞെളിഞ്ഞങ്ങ് നടക്കാം. കുഞ്ഞോൾ ഓർമ്മ അടിക്കുന്നോടി. ജർമ്മൻ ആവാ ഗ്ലാസ് നിൽക്കുന്നു. ഹോസ്റ്റലിലൊക്കെ വെള്ളമൊഴിക്കുക ഉണ്ടോടി? ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ മേടിച്ചടിക്കാറുണ്ട്. ഓമന ഓർമ്മ അടിക്കുന്നോടി. ഓ വേണ്ട വേണ്ട. അതെ ഈ വട്ടയപ്പം എല്ലാവരും കൂടെ തീർത്തേ. മാറ്റി വെച്ച വെറുതെ എടുത്ത് കളയത്തേ ഉള്ളൂ. മോള് 2 ദിവസം കൂടി വന്നാൽ അടുത്ത ആഴ്ച ഡേറ്റിന് കൊടുത്ത് നമുക്ക് ടെസ്റ്റിന് പോവാം. ഇപ്പോൾ നല്ല ക്ലിയറാ. സൂസി ചേച്ചി ആ കോളേജ് പടി കഴിഞ്ഞിട്ട് കയറിക്കോ. ഓ എൻ്റെ തങ്കൻ ചേട്ടാ, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. നാളെ ആണേലും മതി. റോഡൊക്കെ തെന്നിത്തെറിച്ച് കിടക്കണ കണ്ടോ? ബെസ്റ്റ്. എന്നാൽ ലിസി ചേച്ചി വാ. എനിക്കൊരു മേലായക പോലെ ആശാനെ മൂടില്ല. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ വരുന്നേ? വീട്ടിൽ ഇരുന്ന 100 കൂട്ടം പണിയാ എൻ്റെ തങ്കൻ ചേട്ടാ. ഞങ്ങൾ ഇച്ചിരി പയ്യെ പഠിച്ചോളാം. ചേട്ടാ എന്നാ പിന്നെ അവരുടെ ടൈം കൂടെ ഞാൻ എടുത്തോട്ടെ. വിട്. കോളേജ് പടി കഴിഞ്ഞാൽ 5 രൂപയുടെ പലചരക്കട തുടങ്ങിയിട്ടുണ്ട്. മോൾ അങ്ങോട്ട് വിട്. തങ്കച്ചേട്ടാ ഇത് നിങ്ങളുടെ കുട്ടായി അല്ലേ അത്? നീ എന്നെ കുറിച്ച് അവളെ കുറിച്ച് എന്തെങ്കിലും എഴുതോ വരയ്ക്കോ ചെയ്താലാ മുട്ടാലെ അടിച്ച ഞാൻ പൊട്ടിക്കും. നിങ്ങളെ പറ്റിയാന്ന് ആരാണ് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കാൻ പാടില്ലടാ. നീ തന്നെയാണ് കുട്ടായി കാണിക്കുന്നത്. തങ്ങപ്പാപ്പ എന്നെ കാണിക്കാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന്. ഞാനിപ്പോൾ വന്നില്ലേ കാണായിരുന്നു. അതെ നീ ഏതാ പെങ്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞേ? അതിൻ്റെ ഒരു ഫ്രണ്ടാണ്. നീ ആ കടയിൽ കയറി വല്ലതും കഴിച്ചോണ്ടിരുന്നോ? ഞാനിതേ ഇത്ര വിട്ടിട്ട് പോകാം. കയറിയോ?